എന്തു പണിയാ പാർവതി നീ കാണിച്ചത്? നമ്മൾ ശരത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അതിന് പകരം നീ എന്തിനാ ദേവികയുടെ കൂടെ നിൽക്കാൻ പോയത്? ഞാൻ ദേവികയുടെ കൂടെ അല്ലല്ലോ അമ്മ നിന്നത്, നിത്യയുടെ കൂടെ അല്ലേ. ശരത് മോൻ പറഞ്ഞതല്ലേ അതിന്റെ ശരി. ഇപ്പൊ തന്നെ നിത്യമോളുടെ ഡ്രസ്സ് എടുത്തിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പ്രിയയ്ക്ക്? എനിക്കറിയില്ലമ്മേ ശരിയും തെറ്റും. പ്രിയയെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. അമ്മ ശ്രദ്ധിച്ചില്ലേ, നിത്യയുടെ ഒരു ചായയല്ലേ അവക്ക്? എനിക്കങ്ങനെയാ തോന്നിയത്. അതുകൊണ്ട് മറുത്തു പറയാൻ എനിക്ക് പറ്റിയില്ലമ്മേ. ശരത് മോന് നല്ല വിഷമായി. ആണോ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാന്? പറഞ്ഞതിന് ഇനി മാറ്റി പറയാനൊന്നും നിൽക്കണ്ട, അത് നാണക്കേടാ. അതെ, ഇനി ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോ ശരത് മോന്റെ കൂടെ നിന്നാ മതി. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അമ്മേ. നമുക്ക് വലുത് ദേവികയല്ലല്ലോ, ശരത്തല്ലേ. ആ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. നിത്യം മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ശരത് മോനെ കൊണ്ട് എന്താ പ്രയോജനമെന്ന് ചിന്തിക്കാൻ തോന്നും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അവന് വേണമെങ്കിൽ പൊടിയും തട്ടി പോകാം, ആരും ഒരു തെറ്റും പറയില്ല. എന്നിട്ടും അവനത് ചെയ്യാത്തത് നമ്മളെ കരുതി മാത്ര. അങ്ങനെ മനസ്സുള്ള ഒരുത്തിനെ നമ്മളായിട്ട് പിണക്കാൻ പാടില്ല. ഈ വീട് ദേവികയുടെ ആണെന്നറിയാലോ. നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഇവിടുന്ന് ഇറങ്ങേണ്ട സാഹചര്യം വന്നാ നമ്മൾ എങ്ങോട്ട് പോവും? അന്ന് നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാളെ ഉണ്ടാവും, ശരത് മോൻ. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ആ സഹായം ഇല്ലാതാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? ഓ അമ്മേ, എനിക്കും ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. പിന്നെയും എന്തുകൊണ്ടാ ആ നേരത്ത് അങ്ങനെ പറയാൻ തോന്നിയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇനി നിത്യയാണോ എന്നെ കൊണ്ടത് പറയിപ്പിച്ചത്? എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ആ, അത് മതി. ഉപകാരമുള്ളവരുടെ കൂടെ വേണം നമ്മൾ നിൽക്കാൻ, അല്ലാതെ നമ്മളെ വെറുക്കുന്നവരുടെ കൂടെ അല്ല. അമ്മ എന്ത് പറഞ്ഞു? അവള് പോലും അറിയാതാണ് അത്ര അങ്ങനെ പറഞ്ഞു പോയത്. നിത്യമോൾ അവളെ കൊണ്ട് ചെയ്യിച്ചു എന്നാ പാർവതി പറയുന്നേ. സാരമില്ല, ഇത്തവണത്തേക്ക് പോട്ടെ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് പാർവതി ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രിയ ആരാണെന്ന് മനസ്സിലായല്ലോ. ദേവികയുടെ സ്വന്തം ആളാ. അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താ അത് പിന്നെ തലവേദനയാവും. അതിന് അവളിവിടെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ മോളെ. കുറച്ച് ദിവസം കഴിഞ്ഞ് അവള് പോവില്ലേ? എനിക്ക് തോന്നുന്നില്ല പോവെന്ന്. ലക്ഷണം കണ്ടിട്ട് കുറെ കാലം അവൾ ഇവിടെ തന്നെ നിൽക്കാനാ സാധ്യത. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേവിക അവളെ ഇവിടെ പിടിച്ച് നിർത്തും. നിങ്ങളുടെ പക്ഷത്ത് നിന്നിരുന്ന നിത്യയെ തന്ത്രപരമായി സ്വന്തം പക്ഷത്തേക്ക് അടർത്തി മാറ്റിയവളാം ദേവിക. പിന്നെന്തൊക്കെയാ ഉണ്ടായെന്നറിയാലോ. ശരത്തിനെ അടക്കം നിത്യ വെറുക്കാൻ തുടങ്ങി. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മോളെ. ദേവികയുടെ കാര്യത്തിൽ പറ്റിപ്പോയ അബദ്ധം എന്തായാലും പ്രിയയുടെ കാര്യത്തിലുണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടും, അത് ഉറപ്പാ. പ്രിയയെ കാണുമ്പോ നിത്യയെ പോലെ തോന്നുന്നു അമ്മ പറഞ്ഞു. മുത്തശ്ശിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാ എനിക്കങ്ങനെ തോന്നുന്നില്ല. നിത്യ എവിടെ കിടക്കുന്നു, ഇവളെവിടെ കിടക്കുന്നു. മുത്തശ്ശി, പ്രിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ അപകടം. ദേവികയുടെ ബലം കൂടും. അങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. മോള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഗൗരവം ഞാൻ പാർവതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അങ്ങനെ ചെയ്ത നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാ.
എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ മനംമാറ്റത്തിന് കാരണം. ഞാൻ വിചാരിച്ചത് അമ്മ അവരുടെ പക്ഷം പിടിക്കുന്ന. എന്താ പ്രിയ എങ്ങനെ? അമ്മയും മാറി തുടങ്ങിയോ? അറിയില്ല ചേച്ചി. നിന്നെ കാണുമ്പോ നിത്യ പോലെ തോന്നുന്നുണ്ടെന്ന് അമ്മ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനൊരു തോന്നലുണ്ടായത് എന്തുകൊണ്ട് നല്ലതാ. ശരത്തിനടക്കം അമ്മ നിയന്ത്രിച്ചോളും.